ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി ഫാൽക്കൺ 9 റോക്കറ്റിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ ശുഭാംശു ശുക്ല ഇന്ത്യക്കാർക്കായി സന്ദേശം അയച്ചു. വികസിത് ഭാരത് എന്നതിലേക്കുള്ള ചവിട്ടുപടിയാണ് ശുഭാംശുവിന്റെ യാത്രയെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ശുഭാംശു ഉൾപ്പെടെ 4 പേരാണ് ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി ഫാൽക്കൺ 9 റോക്കറ്റിൽ ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 പേർ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചു. പേടകം ബഹിരാകാശത്തെത്തിയ ശേഷം ഇന്ത്യക്കാർക്കായി ഹിന്ദിയിൽ ശുഭാംശു സന്ദേശമയച്ചു. 41 വർഷത്തിന് ശേഷമാണ് വീണ്ടും മനുഷ്യൻ ബഹിരാകാശത്തെത്തിയത്. സെക്കൻഡിൽ 7.5 കിലോമീറ്റർ വേഗതയിലാണ് ശുഭാംശു ഉൾപ്പെടെ 4 പേർ ഭൂമിയെ ചുറ്റുന്നത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള തന്റെ യാത്രയുടെ തുടക്കമല്ലെന്നും മനുഷ്യനെ ബഹിരാകാശത്തയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ തുടക്കമാണെന്നും നമുക്കൊരുമിച്ച് ഇന്ത്യയുടെ പദ്ധതിക്ക് തുടക്കമിടാമെന്നും ശുഭാംശുവിന്റെ സന്ദേശത്തിൽ പറയുന്നു. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമെന്ന് ശുഭാംശുവിന്റെ പിതാവ് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വികസിത് ഭാരത് എന്നതിലേക്കുള്ള ചവിട്ടുപടിയാണ് ശുഭാംശുവിന്റെ നേട്ടമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്